ജനം മതേതരമായ ഒരു വിധിയാണ് ഈ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് നൽകിയത്, അല്ലാതെ ഏതെങ്കിലും മതമേധാവികൾ പറയുന്ന കേട്ടുള്ള ഒരു വിധിയല്ല. അതുകൊണ്ട് ഹൈക്കമാൻഡ്, എനിക്ക് തോന്നുന്നത് ഹൈക്കമാൻഡ് അതിനുള്ള വിവേകം കാണിക്കുമെന്നുണ്ട്. ഹൈക്കമാൻഡ് കൂടി ഇതിനകത്തൊരു പങ്കാളിയായി വരാതെ ഹൈക്കമാൻഡ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോൾ അത് ഏറ്റവും ജനഹിതമനുസരിച്ചുള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഏറ്റവും ഉചിതനായ വ്യക്തിയെ, ഏറ്റവും അർഹിക്കുന്ന വ്യക്തിയെ, ഈ ഈ ഈ തെരഞ്ഞെടുപ്പ് ഭംഗിയായി നയിച്ച് വിജയത്തിൽ എത്തിച്ച വ്യക്തിയെ, അത് ആരാണ് എന്നുള്ളത്, അത് രമേശ് ചെന്നിത്തലയാണോ അതോ വി ഡി സതീശനാണോ എന്നുള്ളത് ഹൈക്കമാൻഡ് വിലയിരുത്തട്ടെ. അങ്ങനെ ഈ രണ്ടു പേരിൽ നിന്ന് അർഹനായ വ്യക്തിയെ തെരഞ്ഞെടുക്കാനായിട്ട് കഴിയട്ടെ. അത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നുള്ളത് മനസ്സിലാക്കി അതിനനുസൃതമായ തീരുമാനം ആണ് ഹൈക്കമാൻഡ് എടുക്കേണ്ടത്. അല്ലാതെ ഹൈക്കമാൻഡ് തന്നെ ഇതിനകത്ത് ഒരു ഭാഗമായി ചേർന്ന് ഇത് വെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അത് കേരളത്തിലുണ്ടാക്കുന്ന, അതായത് കേരളത്തിൽ ഇത്രയും വലിയ വിജയം നൽകിയ ജനങ്ങളോട് കാണിക്കുന്ന വലിയൊരു അനീതിയായിരിക്കും എന്ന് മാത്രമല്ല, ഈ ഭരണം മുന്നോട്ട് ഏകകണ്ഠമായിട്ട് ഏകാഭിപ്രായത്തോടെ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് അത് എന്ത് ഫലമായിരിക്കും ഉണ്ടാക്കുക എന്നത് സംബന്ധിച്ച് വളരെ ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.